താങ്ക് യു. നോർമലാണ്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഈ സോൾഡൈറ്റോ ഞാൻ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് തരാം. അത് മുടങ്ങാതെ കഴിക്കണം. എത്ര രൂപയാവും? മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ മതി. താങ്ക് യു. മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം. അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടു പോയത് എന്ന് പറയണം. ഇയാളല്ലേ? ഓർത്ത് നോക്ക്. ഇയാളല്ല, പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു. പിടിവിലി നടക്കുന്ന സമയത്ത് ഇയാളാണ് ആദ്യം ഓടിയെത്തിയത്. ഓക്കെ, തട്ടിപ്പറിച്ച ആളിനെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒക്കുമോ? ഒക്കുമോന്നോ? ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാൻ ഇവനെ തിരിച്ചറിയും. ആളെ കണ്ടാലെങ്ങനെ? കണ്ടാലേ അറിയാം അവനൊരു കള്ളനാണെന്ന്. ചുരുണ്ട മുടിയും ഉണ്ട കണ്ണും. എന്ത് പ്രായം തോന്നിക്കും? എന്ത് പ്രായം തോന്നിക്കും? ഒരു 25 വയസ്സിനപ്പുറത്തുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തൽക്കാലം റെസ്റ്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കൃഷ്ണൻ, നിങ്ങൾ നാളെ അത്യാവശ്യമായി ഓഫീസ് വരെ വരണം. എനിക്ക് കോൺഫിഡൻഷ്യലായി ചിലത് സംസാരിക്കാനുണ്ട്. സോറി സർ, കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. രക്ഷിക്കണേ. നിന്നെ അല്ലടി എന്നെ. ആ പണം തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്നും കിട്ടിയ ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനകം. പ്ലീസ്, ഈ 24 മണിക്കൂറിന്റെ കണക്ക് ഇനിയെങ്കിലും നിർത്താമോ? താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്റ്റാർട്ടാകുന്ന ഒരു ജീപ്പ് പോലും ഞങ്ങൾക്കില്ല. ഇതൊക്കെയാണെങ്കിലും ഞാൻ ഉറപ്പു തരുന്നു, ആ പെൺകുട്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. കള്ളക്കടത്തുകാരനും കൊലപാതകയുമായ ഒരു കാട്ടുകള്ളനെ പിടിക്കാൻ പോലീസ് ഫോഴ്സിന് ഇത്രയും പാടുപെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം. മിലിറ്ററി ആയിരുന്നെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഇവന്റെ ഒക്കെ ഉണ്ടല്ലോ ഗ്രാൻഡ് പപ്പായ വരെ തൂക്കിയെടുത്തിരിക്കും. അത് ശരി. അത് പോട്ടെ, പട്ടാപ്പകൽ അതും പോലീസിന്റെ മൂക്കിന് താഴെ കൂടെ 5 ലക്ഷം തട്ടിക്കൊണ്ട് ഓടിയിട്ട് അവനെ പിടിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. പാൻസും ബനിയനും അയൺ ചെയ്ത് അൽമാരയിലുണ്ട്. ഓക്കെ. ആ പിന്നെ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ബട്ട് നീ ഇന്നും ലേറ്റായി. നൗ ടൈം ഈസ് 9:40. സോറി പപ്പാ. ഇവിടത്തെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൊള്ളാം. മിലിറ്ററിയിൽ എങ്ങാൻ ഒരു നേഴ്സ് ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയാൽ പണിഷ്മെന്റ് ഉറപ്പാ. അറിയാമല്ലോ. പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നേ? രൂപ കിട്ടി. ആര് തന്നു? അതൊക്കെ സംഘടിപ്പിച്ചു. നാൻസി എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിളിച്ചോണ്ടിരാൻ പോവാ. അത് വേണോ? എന്തായാലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നാളെ അഡ്മിറ്റ് ചെയ്യാൻ നോക്കൂ. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ അഡ്മിറ്റ് ചെയ്യുന്നതല്ലേ ബുദ്ധി. പക്ഷേ അവിടുന്ന് ഉടനെ കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ ചിലപ്പോ കുഴപ്പമാവും. എന്ത് കുഴപ്പം? അല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇന്നൊരു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കട്ടെ. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പെട്ടെന്ന് ട്രെയിനെങ്ങാനും വന്നാ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നാളെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടർ ഫെർണാണ്ടസ് ഇവിടെ വരും. അദ്ദേഹം വരുമ്പോ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കൺസൾട്ട് ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ അറിയാലോ. ഈ വിസിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം 12-ാം തീയതി ഡോക്ടർ വരും. അതുവരെ ഓപ്പറേഷൻ നീട്ടിക്കൊണ്ടു പോകുന്നത് റിസ്ക് ആണെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ടെൻഷൻ ആവാണ്ടിരിക്കേ, ഒക്കെ ശരിയാവും. അയ്യോ പാവം, ഇതിന്റെ മുഖം കണ്ടാൽ അറിയാം. അതിപ്പോ ആരുടെ മുഖം കണ്ടാലും സാർ അറിയാത്തത്? സാധു കുട്ടിയാ. ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല. സാർ, അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ. തന്റെ കളിത്തമാശ എന്നോട് വേണ്ട. ഞാൻ എന്താ എസ് പി ആണെന്ന് വിചാരിച്ചോ? ഒന്ന് പതുക്കെ പറ സാർ. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അതെ, ഏത് നേരത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് ചാടിക്കരിഞ്ഞോട് വരുന്നു പറയാൻ പറ്റില്ല. വന്നാൽ എന്നാ എന്നെ അങ്ങോട്ട് തിന്നോ? പേടിപ്പിക്കില്ലേ? വരുന്നു. ഇന്നലെ തുടങ്ങിയതാ, നല്ല പനിയുണ്ട്. ഒഴുങ്ങി തിന്നാൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇപ്പൊ കുറവുണ്ട്. നോട്ട്സൺസ്, അതല്ല ചോദിച്ചത്. കേസ് അന്വേഷണം എന്താ ഇത്? സാറ് കയറി വന്നപ്പോ തരാൻ മറന്നുപോയി. എന്ത്? ഇതെന്നെ പറ്റുന്നു. സാർ, ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് ഫോട്ടോ? തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഫോട്ടോ. വെരി ഗുഡ്. സാറ് വിചാരിക്കുന്നത് പോലെ അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 18 വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ്. തൊട്ടാവാടിയാണെന്ന് തനിക്കെങ്ങനെ അറിയാം?
അത് കണ്ടാൽ അറിഞ്ഞൂടെ സാർ. എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. തൊട്ടാൽ വാടും എന്ന് കരുതുന്ന പലരും തൊടുന്നതിന് മുമ്പേ കടിക്കുന്നവരാണ്. സാർ, Yes, proceed. പേര് നാൻസി പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ടൊന്ന് ഉടക്കി. ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു ചെന്നിട്ടില്ല. ഓ, I see. ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, താൻ പറ. ആ, ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ പാവം ഇതൊക്കെ ചെയ്തത്. പാവോ? സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത്. എടോ, വിട്ടിത്തരം പറയരുത്. ഈ പെരേര എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ? സോറി സാർ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. നോൺസെൻസ്. അവൻ അവിടെ എത്തിയാൽ ഉടൻ തടഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലിൽ കൂടെ. യെസ് സർ. ഹലോ, സിറ്റിസൺ ഹോസ്പിറ്റലാണോ? എന്ത് ഹെയർ കട്ടിംഗ് സലൂണോ? സോറി, റോങ് നമ്പർ. ഹെയർ കട്ടിംഗ് സലൂണാണ്. ഹലോ ഹലോ, ഹെയർ കട്ടിംഗ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ? അതെ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ? ഏത് ബാലേന്ദ്രൻ? നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? ഞാൻ ഐജിയാ. സാർ, ഹോസ്പിറ്റലിൽ നിന്ന് ഐജി വിളിക്കുന്നു. സാർ, ഞാൻ SP ശ്രീകണ്ഠൻ നായരാ. ശ്രീകണ്ഠൻ നായര? ശ്രീകണ്ഠൻ നായരല്ല, ഇനി മണികണ്ഠൻ നായരായ എനിക്കെന്താണോ? സാർ, എന്താണ് സാർ? ഒരാൾ പോകട്ടു പോടാ, ഇന്ന് ഭൂമിയിൽ നിലയായി வாழ்ந்தവൻ യാരടാ. ഛീ! അയ്യേ. എടോ, സംതിങ് റോങ്. താൻ ഹോസ്പിറ്റലിലേക്ക് വെക്കൂ, ഞാൻ ട്രൈ ചെയ്തോളാം. ആ, പ്ലീസ് പ്ലീസ് ഒന്ന് പ്ലീസ് പ്ലീസ്. എവിടെ പോവാന്? ഒരാളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരണം. ഏത് ആസ്പത്രി? സിറ്റിസൺ. ആ, വാ കയറി. ഓ, ഛേ. നാൻസി, വാ. Stupids. ഹലോ, യെസ്. ഒന്നും പേടിക്കണ്ട, ഡോക്ടർ ഫെർണാണ്ടസ് നാളെ എത്തും. അവിടുത്തെ കാര്യങ്ങളൊക്കെ മേഴ്സി ഏറ്റിട്ടുണ്ട്. സിസ്റ്റർ, നമ്പർ 8 പേഷ്യന്റ് കൊണ്ടുപോയോ? ഇത് ഇപ്പൊ കൊണ്ടുവരുള്ളൂ. എന്താ? കമോൺ. വണ്ടി നിർത്താൻ. വണ്ടി വേഗം വിട്ടോ. എന്താ പ്രശ്നം? വണ്ടി നിർത്തൂ. വേഗം വിട്ടോ. വിടൂ. വണ്ടി വരൂ. താങ്ക് യു കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ല, ചാർജ് ഒന്നൂടെ? ഓ സോറി. എത്രയാ? 75. ബാക്കി വെച്ചോളൂ. എന്റെ അടുത്ത് എന്താ 20? ഏയ്, ഓ സോറി. ആ, താങ്ക് യു കേട്ടോ. അപ്പൊ ഇനി ഒരിക്കലും ആ പെൺകുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടില്ലേ? വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. എന്തൊരു കഷ്ടം. മുഴുവട്ടൊന്നുമല്ല അല്ലേ? ഏയ്, ഇടയ്ക്ക് തലയ്ക്കൊരു പെയിൻ വരും. അത് വന്നാൽ വല്ലാതെ വയലന്റ് ആവും. മതി മതി, കൂടുതൽ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ പിന്നെ എനിക്ക് 3-4 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ല ഡോക്ടർ, എന്തിനായിരിക്കും ആ പേഷ്യന്റിനെ അയാൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത്? ഈ രോഗത്തിന് ഹോസ്പിറ്റലിൽ കഴിയുന്നതും വീട്ടിൽ കഴിയുന്നതും ഒരുപോലെയാണ്. ഓ. പെയിൻ കില്ലിംഗ് ചികിത്സ മാത്രമേ ഇതിനുള്ളൂ. ഓ, ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ? എന്ന് പറഞ്ഞില്ലേ? ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. ഇനി അഥവാ ആ കുട്ടിയെ ഇവിടെ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ രോഗം ഭേദമാക്കാൻ ഡോക്ടർ മാക്സിമം ട്രൈ ചെയ്യും. അതൊക്കെ പിന്നെ ആദ്യം വിവരം ഞങ്ങൾ അറിയിക്കുക. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ? എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നീട് വന്നൂടെ?
ഇപ്പൊ തലയില് വേദനയൊന്നും തോന്നണില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ നാൻസിക്കുട്ടിയുടെ എല്ലാ അസുഖം മാറും. എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ പിന്നെ കഴിച്ചോളാം ആന്റി. നിന്റെ കാര്യം അല്ല പറഞ്ഞത്, മൈ പെരേര. അവൻ ഈയിടെയായിട്ട് ഫുഡൊന്നും വേണ്ടെന്നായിട്ടുണ്ട്. അതിനൊക്കെ ആ ഷമ്മിയും ജിമ്മിയും കണ്ട് പഠിക്കണം. നീട്ടിത്തന്മാര്. ആന്റിക്ക് മനുഷ്യരെക്കാൾ സ്നേഹം പട്ടികളോടാണ്. എന്താ സംശയം? യുനോ പട്ടി ഈസ് ഓൾസോ എ മനുഷ്യൻ. ആ ബെന്നി എന്തെങ്കിലും കഴിച്ചോ ആന്റി? ബെന്നി? ഹൂസ് ബെന്നി? ആന്റി, എന്റെ കൂടെ വന്ന ഫ്രണ്ട് ഈ ആന്റിയുടെ കാര്യം. ഓ ഐ എം സോറി, മൈ പേഷ്യന്റ്. ആ ഓ മൈ ഗുഡ്നസ്, അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. ജീസസ്. വിശന്ന് തളർന്നു കാണൂല്ലേ? ഏയ്, കാലിന് കുറവുണ്ട്. നാൻസിക്ക് എങ്ങനെയുണ്ട്? ഇവിടെ എത്തിയതിനു ശേഷം പെയിനൊന്നും വന്നിട്ടില്ല. എന്നാലും എപ്പോഴാ റെക്കർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നാൻസി, ഞാൻ പറഞ്ഞില്ലേ ബെന്നി. പാവം, ഒരായുസിന്റെ മുഴുവൻ വേദനയും അവൾ ഇതിനകം അനുഭവിച്ചിട്ടുണ്ടാവും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാനിതൊക്കെ ചെയ്തത് എന്റെ പഴയ നാൻസിക്കുട്ടി എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്.